നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. അദ്ദേഹം ഇപ്പോൾ യോഗാ ദിന ആശംസകൾ നേർന്നിരിക്കുകയാണ്. സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ആശംസ. ഭാരതീയ പൈതൃകത്തിൽ നിന്ന് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് യോഗയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേവലം ഒരു വ്യായാമ മുറ എന്നതിനു പുറമെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനുമിടയിൽ ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ക്ഷേമത്തിലേക്കുള്ള ഒരു യാത്രയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗയുടെ പരിവർത്തന ശക്തിയെ ഉൾക്കൊള്ളാം. പരിചയസമ്പന്നനായ പരിശീലകനോ കൗതുകമുള്ള തുടക്കക്കാരനോ ആകട്ടെ, ആഴത്തിൽ ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ലോകത്ത് യോഗ ചെയ്യുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. യോഗ സമ്പദ് മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നുവെന്നും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യോഗ ടൂറിസം വളരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സർവകലാശാലകളിൽ യോഗയെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ വരെ നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇത്തവണത്തെ യോഗാ ദിനം പ്രധാനമന്ത്രി ആഘോഷിച്ചത് ശ്രീനഗറിൽ വെച്ചാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 7000 പേർ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു ആസൂത്രണം ചെയ്തത്. രാവിലെ 6:30 പരിപാടി തുടങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു. കനത്ത മഴയെ തുടർന്ന് പരിപാടി തുടങ്ങാൻ വൈകി. പരിപാടി ഒരു ഹാളിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ്: 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. യോഗ ശക്തിയും നല്ല ആരോഗ്യം നൽകുന്നു. ശ്രീനഗറിൽ ഈ വർഷത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം എന്നായിരുന്നു നരേന്ദ്രമോദി എക്സിലൂടെ അറിയിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. മാനസികവും ശാരീരികവുമായ ക്ഷേമത്തെ ഉയർത്തുന്ന യോഗ. പുരാതന ഇന്ത്യയുടെ സംഭാവനയാണ് യോഗ. മനസ്സ്, ശരീരം, പ്രകൃതി എന്നിവയെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന യോഗാഭ്യാസത്തിന്റെ ഗുണഗണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ലക്ഷ്യം. അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. മാനസിക ശാരീരിക ക്ഷേമത്തെ മെച്ചപ്പെടുത്തുന്ന യോഗ പുരാതന ഇന്ത്യയുടെ സംഭാവനയാണ്. യൂജ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത്. മനുഷ്യ ശരീരത്തിന്റെയും മാനസിക ബോധത്തിന്റെയും ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് യൂജ. ദൈനംദിന ജീവിതത്തിൽ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിന് എല്ലാ വർഷവും ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.